ആദ്യമായി അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. 2021 ഡിസംബർ 22-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി രണ്ടാമത് പുതുക്കുമ്പോൾ ഞങ്ങൾക്ക് 5 വർഷമായൊരു കേസുണ്ടായിരുന്നു. ആ രണ്ടാമത്തെ പുതുക്കലിന് അത് ഒത്തുതീർപ്പായി. അതിന് ഞങ്ങൾ കോടതിയിലേക്ക് പോകുമ്പോൾ ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞായിരുന്നു, എനിക്ക് 3 പെൺമക്കളാണ്, അതിൽ 2 പേരെ മൂത്തവരെ 2 കോടതിയിൽ കയറ്റരുതെന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു. എന്നിട്ട് ഞാൻ നേർച്ച വസ്തുക്കൾ കൊണ്ടുപോയി കോടതിയുടെ വാതിക്കലിടുകയും അതിൻ്റെ ഫലമായിട്ട് മക്കളെ 2നെയും കോടതിയിലുള്ളിൽ കയറണ്ട എന്ന് പറഞ്ഞു. ആ കേസ് ഞങ്ങൾക്ക് ഒത്തുതീർന്ന് കിട്ടുകയും ചെയ്തു. രണ്ടാമത്തെ സാക്ഷ്യം, ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഭർത്താവിനും മക്കൾക്കും ഞങ്ങളെല്ലാവരും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് 41 വർഷമായ പുകവലി പൂർണ്ണമായും വിട്ടുമാറി. പിന്നീട് ഉടമ്പടി പത്രം, പ്രേക്ഷിത പ്രവർത്തനം റെയിൽവേ സ്റ്റേഷനിലും കുടുംബശ്രീയിൽ പള്ളികളിൽ ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് നിരവധിയായ ചെറുതും വലുതുമായ കുറേ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഈ പൊൻസുദിനത്തിൽ ഇവിടെ വന്ന് ഞങ്ങൾക്ക് നിൽക്കുവാനും എൻ്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരുവാനും സാധിച്ചതിൽ കോടാനുകോടി നന്ദി പറയുന്നു. കാരുണ്യപ്രവർത്തികൾ ധർമ്മക്കാർക്കും അങ്ങനെ പാവപ്പെട്ടവർക്കൊക്കെ എന്നെ പറ്റുന്ന വിധത്തിലൊക്കെ ഞാൻ സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ട്, വസ്ത്രം കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. നിരവധിയായ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന് 15-ാം അധ്യായം 14-ാം തിരുവചനം. അവൻ ലേഹ്യയിലെത്തിയപ്പോൾ ഫിലിസ്തീയർ ആർപ്പുവിളികളോട് അവനെ കാണാനെത്തി. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ശക്തിയോട് അവൻ്റെ മേൽ വന്നു. അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞു ചണനൂല് പോലെ തീർന്നു, കെട്ടുകൾ അറ്റുവീണു. യേശുവിൽ പ്രിയമുള്ളവരെ, ജെസ്സി ദേവസി കണ്ണൂരിൻ്റെ സാക്ഷ്യമാണ് നമ്മോട് പറയുന്നത്. അവർക്കൊരു 5 വർഷക്കാലം ഉണ്ടായിരുന്ന കേസിൽ നിന്ന് പരിശുദ്ധമ്മ വിടിവിച്ചു കൊടുത്തു. അവരൊരു കാര്യമേ അമ്മയോട് പറഞ്ഞുള്ളൂ, അമ്മേ, എൻ്റെ പെൺമക്കളെ കോടതിയിലേക്ക് കയറ്റരുത്. എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന പരിശുദ്ധമ്മ ഉടമ്പടി ജീവിതത്തിൽ നിങ്ങൾ കളങ്കം ചാർത്താതെ സത്യസന്ധമായി ജീവിക്കുമ്പോൾ അമ്മ അതേപടി അനുസരിക്കുകയാണ്. അവരുടെ മക്കളെ കോടതിയിൽ കയറ്റാതെ അവരെ ആ കേസിൽ നിന്ന് വിടിവിച്ചു കൊടുത്തു. 41 വർഷമായിട്ട് പുകവലിയിൽ ആയിട്ട് നടന്ന ജീവിത പങ്കാളിയെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗവും യൂട്യൂബിലുള്ള ആരാധനയും ഡെയിലി ബ്രെഡിലുള്ള പ്രാർത്ഥന വഴി പരിശുദ്ധമ്മ അതിൽ നിന്ന് അദ്ദേഹത്തെ സംരക്ഷിച്ചു, രക്ഷിച്ചു. അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾത്താരയിൽ കൊണ്ടുവന്ന് സാക്ഷ്യപ്പെടുത്തി. ഉടമ്പടിയിൽ കൃത്യമായി നിന്നാൽ പരിശുദ്ധമ്മ ഒരിക്കലും കൈവിടില്ല. അമ്മ ശക്തനായവരിൽ നിന്ന് വൻ കാര്യം ചെയ്തു തന്ന് നമ്മളെ ശക്തിപ്പെടുത്തും, അനുഗ്രഹിക്കും. ഇതാണ് പരിശുദ്ധമ്മ. ഈ അമ്മ വഴി ഇവർക്ക് നൽകിയ വൻ കൃപയ്ക്കായി ഈശോയ്ക്ക് കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.